പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ഹിന്ദു RSS പരാമർശങ്ങൾ ലോക്സഭാ രേഖകളിൽ നിന്ന് നീക്കി കേന്ദ്ര സർക്കാർ. ഹിന്ദുക്കളുടെ പേരിൽ BJP അക്രമം നടത്തുന്നുവെന്ന പരാമർശവും RSSനെതിരായ വിമർശനവുമാണ് നീക്കിയത്. തന്റെ പരാമർശത്തെ നീക്കിയാലും സത്യത്തെ നീക്കാനാവില്ലെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. പരമശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടി നരേന്ദ്രമോദിക്കും BJPക്കുമെതിരായി രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങളാണ് സഭാ രേഖകളിൽ നിന്നും നീക്കം ചെയ്തത്. BJPയും RSSും ഹിന്ദുക്കളുടെ പേരിൽ അക്രമം അഴിച്ചുവിടുകയാണെന്ന് രാഹുൽ ഗാന്ധി തുറന്നടിച്ചിരുന്നു. രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ അപമാനിച്ചു എന്നാരോപിച്ച് രംഗത്തെത്തിയ നരേന്ദ്രമോദിയും അമിത്ഷായും കിരൺ റിജിജുവും സ്പീക്കറോട് ഇക്കാര്യം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നാലെയാണ് സ്പീക്കറുടെ നടപടി. തന്റെ പരാമർശങ്ങൾ സഭയിൽ നിന്നും നീക്കിയാലും സത്യത്തെ നീക്കാനാവില്ലെന്ന് രാഹുൽ ഗാന്ധിയും പ്രതികരിച്ചു. मगर रियलिटी में सच्चाई एक्सपंज नहीं हो सकती है. जो मैंने कहा था, जो मैंने कहना था, मैंने कह दिया. वो सच्चाई है और एक्सपंज करें, जितना करना है करें. സച്ചായി സച്ചായി होती है. രാഹുലിന്റെ പരാമർശം നീക്കിയത് പ്രതിപക്ഷം ലോക്സഭയിലും ചോദ്യം ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ പരാമർശം മാത്രം നീക്കിയത് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വെച്ചു. രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു പരാമർശം ഒഴിവാക്കുന്നത് BJPയുടെ തന്ത്രമാണെന്ന് SP നേതാവ് അഖിലേഷ് യാദവ് പറഞ്ഞു. അതേസമയം രാജ്യസഭയിൽ പുതിയ MPമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കേരളത്തിൽ നിന്നും PP സുനീർ, ജോസ് കെ മാണി, ഹാരിസ് പീരൻ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. കൈരളി ന്യൂസ്, ദില്ലി.